ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എണ്ണ മാങ്ങയാണ് കേട്ടോ. ഇതുപോലുള്ള എണ്ണ മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 4 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയ മാങ്ങയാണ്. അപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പോൾ ദാ ഈ കനത്തിൽ വേണം കേട്ടോ അരിയാൻ. ഒരേ കനത്തിൽ വേണം നമ്മൾ ഇത് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ബാക്കി കൂടെ അരിഞ്ഞ ശേഷം കാണിക്കാം. അപ്പം ഞാനിതാ ഈ 4 മാങ്ങയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് അണ്ടിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എണ്ണ മാങ്ങ ഇടുമ്പോൾ അണ്ടിയൊന്നും വേണ്ട, ഈ മാങ്ങകൾ മതി. എല്ലാം ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പം ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് കത്തിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ചീനച്ചട്ടി നന്നായി ചൂടാവണം. അപ്പോൾ ചൂടായ ശേഷം അതിലോട്ട് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ചൂടാവണം. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് പൊട്ടിക്കിട്ടും കേട്ടോ. അധികം നോക്കേണ്ട കാര്യമൊന്നുമില്ലതാ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ അങ്ങോട്ട് ചെയ്യാം. ബാക്കിക്കുറി പൊട്ടുന്നുണ്ട്, അധികം കരിഞ്ഞു പോകരുത്. ഞാനിതായത് നന്നായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കണം. എനിക്ക് വീണ്ടും തീ കത്തിക്കാം. ആ കായം ഒന്ന് ആയി വരണം. അപ്പോൾ കായപ്പൊടി ഉള്ളവർക്ക് അത് ഇടാം കേട്ടോ. ഞാൻ ഇവിടെ കായാണുള്ളത്, സാമ്പാറിൻ്റെ കായാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇനി അതൊന്ന് ചൂടാവണം. അപ്പോൾ നമ്മളെ കായോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഇതിലോട്ട് കോരി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചധികം എണ്ണ ഒഴിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയാണ് നമ്മളിതിന് ഉപയോഗിക്കുക. തീ കൂട്ടി കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഒരു വറ്റൽമുളകാണ് ഒരു 20 എണ്ണ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഒരു 20 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നിനി വറുത്തെടുക്കണം. നമുക്കൊന്ന് വറുത്ത് കോരണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇട്ടിങ്ങെടുത്താൽ മതി കേട്ടോ. ഇട്ടപ്പത്തേക്ക് തന്നെ ആയി. ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ടിന് കറിവേപ്പില ഇട്ടു. കറിവേപ്പില നന്നായി ഒന്ന് വറുത്ത് കോരണം. നമ്മൾ
നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല, നല്ല നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതും നമുക്ക് കോരിയെടുക്കാം. ഇതിലോട്ട് കോരിയെടുക്കാം കേട്ടോ. എല്ലാം അങ്ങനെ കോരി മാറ്റണം. ഇനി ഈ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ആവശ്യമില്ല. അപ്പം നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഈ അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കണം ഇല്ല. അലൂമിനിയം പാത്രത്തിൽ പൊളിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ കറിവേപ്പില നന്നായി ഒന്ന് വറുത്ത് കോരണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല, നല്ല നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതും നമുക്ക് കോരിയെടുക്കാം. ഇതിലോട്ട് കോരിയെടുക്കാം കേട്ടോ. എല്ലാം അങ്ങനെ കോരി മാറ്റണം. ഇനി ഈ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ആവശ്യമില്ല. അപ്പം നമ്മൾ മാങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഈ അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കണം ഇല്ല. അലൂമിനിയം പാത്രത്തിൽ പൊളിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മുറിച്ച് വെച്ച മാങ്ങയാണിത്. നല്ല അടിപൊളി നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അത് നല്ല പുളി മാങ്ങയാണ്. അപ്പോൾ ഇത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം ഞാനിതായി മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നാല് മാങ്ങയാണ് നമ്മളെടുത്തത്. ഞാൻ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിതാ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. വലിയ മാങ്ങ ആയതുകൊണ്ട് നല്ല നീളം കിട്ടും മാങ്ങക്ക്. നന്നായി ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് വെള്ളം, മാങ്ങയിലുള്ള വെള്ളം തന്നെ ഇതിലോട്ട് ഇറങ്ങി വരും.
അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അതിൽ. നന്നായി വഴറ്റിയെടുക്കണം. നമുക്ക് മാങ്ങയിലോട്ട് ഇതാ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം എടുത്ത് വെച്ച കടുകും ഉലുവയും പിന്നെ ഈ മുളകുകളും എല്ലാം പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടിനി പൊടിച്ച് വെച്ച മുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച എണ്ണ കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അല്പം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ മാങ്ങ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മാങ്ങയാണ്. ഇതുപോലെ മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല മാങ്ങയാണ്. ഇത് കേടുകൂടാതെ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം. അപ്പോൾ ദാ നമ്മുടെ എണ്ണ മാങ്ങ ദാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണ മാങ്ങ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. ബായ്.